നൂറുകണക്കിന് പെൺകുട്ടികളുടെ തലയോട്ടി ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് താൻ സ്വയം കുഴിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തി വന്ന മനുഷ്യനാണ് മുൻ ക്ഷേത്രം ശുചീകരണ തൊഴിലാളി ചിന്നയ്യ. മുഖം വെളിപ്പെടുത്താത്തതുകൊണ്ട് മാസ്ക് മാൻ എന്നായിരുന്നു മീഡിയ ഇയാൾക്ക് ചാർത്തിക്കൊടുത്ത നിഗൂഢ പരിവേഷം. ചിന്നയ്യ ഉന്നയിച്ച ആരോപണം പിന്തുടർന്ന് ധർമ്മസ്ഥല ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് വലിയ പ്രൊപ്പഗാൻഡ തന്നെ സംഘടിതമായി നടന്നു. 100 തലയോട്ടികൾ എന്നത് 500 എന്നായി 500,000 അതിനിടയിൽ ഒരു സുജാത ഭട്ട് രംഗപ്രവേശനം ചെയ്ത് തന്റെ മകൾ ക്ഷേത്രം സന്ദർശിക്കുന്നതിനിടെ കാണാതായി എന്ന് പരാതി പറയുന്നു. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെയും കൊഴുകുന്നു. ഇതോടെ കർണാടക പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് ചിന്നയ്യ പറഞ്ഞ സ്ഥലമെല്ലാം കുഴിച്ചു നോക്കാൻ തുടങ്ങി. ഒരു തലയോട്ടി അവർക്ക് അന്വേഷണത്തിനിടയിൽ കിട്ടുകയും ചെയ്തു. ഫോറൻസിക് പരിശോധനയ്ക്കിടെ അത് 40 വർഷം പഴക്കമുള്ള പുരുഷന്റെ തലയോട്ടിയായിരുന്നു എന്ന് തെളിഞ്ഞു. അന്വേഷണത്തിനിടയിൽ അത് തന്നെ കൊണ്ട് കുഴിച്ചിടിയിച്ചത് സാമൂഹ്യ പ്രവർത്തകരായ മഹേഷ് ഷെട്ടി, ഗിരീഷ് മട്ടന്നവർ എന്നിവർ ചെയ്യിച്ചതാണ് എന്ന് ചിന്നയ്യ വെളിപ്പെടുത്തുകയും ചെയ്തു. പോലീസ് അന്വേഷണത്തിനിടയിൽ മകളെ കാണാതായി എന്ന് പരാതി ഉന്നയിച്ച സുജാത ഭട്ടിനെ ചോദ്യം ചെയ്യലിനിടയിൽ അവർക്ക് അങ്ങനെയൊരു മകളേ ഇല്ലെന്ന് പോലീസ് കണ്ടെത്തി. ചിന്നയ്യ തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പ്രകാരം വൻ ഗൂഢാലോചന ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. 200 കോടി വരുന്ന ഫണ്ട് ഇതിനായി വേണ്ടപ്പെട്ടവർ ഒഴുക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ ഫണ്ടിന്റെ ഉറവിടവും ചിന്നയ്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ പണം എത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ ഒരു റിസോർട്ടിൽ വെച്ചാണ് ഇതിന്റെ ഗൂഢാലോചന നടന്നത് എന്ന് ചിന്നയ്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് പ്രകാശ് രാജ് ഫോണിൽ ബന്ധപ്പെട്ട് 50 ലക്ഷത്തോളം വാഗ്ദാനം നൽകിയതെന്നും അയാൾ തുറന്നു പറഞ്ഞു. അത് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവന്ന് വിവാദമായ വാർത്തയാണ്. അതായത് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഉയർന്നു വന്ന എല്ലാം തന്നെ ഒരു വൻ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന്. അതിൽ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് ചിന്നയ്യ വെളിപ്പെടുത്തിയത്. എന്തൊക്കെ വിമർശനങ്ങളാണ് അതിനെ ചുറ്റിപ്പറ്റി ആളുകൾ ഇറക്കിയിരുന്നത്. ക്ഷേത്രങ്ങൾ വരെ എന്തിനെങ്കിലുമൊക്കെയുള്ള ഇടമാണോ എന്ന് വരെ ചോദിച്ച കമന്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ കീഴിൽ അനേകം സ്കൂളുകൾ, ആശുപത്രികൾ, സ്ഥാപനങ്ങളെല്ലാം തന്നെയുമുണ്ട്. അവിടങ്ങളിലെല്ലാം ജോലിയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് നിർധനരായ ഹിന്ദുക്കൾക്കാണ്. ഒറ്റ ആരോപണം കൊണ്ട് അതെല്ലാം നശിച്ചാൽ പിന്നെ ആർക്കാണ് അതുകൊണ്ടെല്ലാം നേട്ടമെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. പ്രകാശ് രാജിനെ പോലൊരു കടുത്ത ഹിന്ദുവിരുദ്ധൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്യാവശ്യം ബുദ്ധിയുള്ളവർക്കെല്ലാം തന്നെ ഇതിനോടകം തന്നെ കാര്യം മനസ്സിലാകേണ്ടതാണ്. ശബരിമല, തിരുപ്പതി, തിരുപ്പുറക്കുന്ത്രം, ധർമ്മസ്ഥല ഇന്ത്യയുടെ ദക്ഷിണഭാഗത്തെ 4 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ. 4 ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട അനേകം സമ്പത്തും സ്വത്തും ഭക്തരുമുള്ള ക്ഷേത്രങ്ങൾ. 4നെയും അവസാന 9 വർഷങ്ങൾക്കിടയിൽ വലിയ വിവാദങ്ങളിൽ കൊണ്ടുവരുവാൻ ആരൊക്കെയോ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. ഈ മണ്ണും ധർമ്മവും സത്യമായതുകൊണ്ട് ഓരോ തവണയും ചെറുത്ത് തോൽപ്പിക്കുന്നു എന്ന് മാത്രം.